ക്ലാസ്സുകാരിയായ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറെ പരിചയപ്പെടാം. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലും പക്ഷികളെക്കുറിച്ചും പാമ്പുകളെക്കുറിച്ചുമുള്ള പഠനത്തിലും നിരവധി പുരസ്കാരങ്ങളാണ് പാലക്കാട് സിയൻപുരം സ്വദേശിയായ അനന്യ വിശ്വേഷ് വാരിക്കൂട്ടിയത്. എന്നോടൊപ്പം ഇന്നുള്ളത് ഒരു കൊച്ചുമിടുക്കിയാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലും അതുപോലെ തന്നെ പക്ഷികളെക്കുറിച്ചും പാമ്പുകളെക്കുറിച്ചൊക്കെ പഠനം നടത്തി ഇതിനെ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ നേടിയ ഒരു കൊച്ചുമിടുക്കിയാണ് കൂടെയുള്ളത്. അനന്യ എന്നാണ് ആ കുട്ടിയുടെ പേര്. അനന്യ എനിക്കൊപ്പം ഉണ്ട്. അനന്യ ഇപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ, അതായത് പക്ഷികളെക്കുറിച്ചും പാമ്പുകളെക്കുറിച്ചൊക്കെയുള്ള പഠനം നടത്തുന്നുണ്ട്. ഇതിലൊക്കെ ഒരുപാട് പുരസ്കാരങ്ങൾ ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഇതിലേക്ക് വരാനുണ്ടായ ഒരു ഇൻസ്പിറേഷൻ എന്താണ്? ഞാൻ ഇതിൽ കയറിയത് 6 വയസ്സ് തൊട്ടാണ്. ബട്ട് എനിക്കങ്ങനെ ഇൻസ്പിറേഷൻ പറഞ്ഞാൽ ഞാൻ കുറേ ബുക്സൊക്കെ വായിക്കാറുണ്ടായിരുന്നു. പിന്നെ കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഫാമിലീൻ്റെ ഒപ്പം. സോ അങ്ങനെ നേച്ചറിനോടൊരു ഇൻട്രസ്റ്റ് തോന്നിയതാണ്. അപ്പോൾ ഞാനിത് 6 വയസ്സിൽ തുടങ്ങിയത്. ഇന്ന് എനിക്ക് 15 വയസ്സായി. ആൻഡ് ഞാൻ വന്ന് ഇന്ന് ഒരു വൈൽഡ് ലൈഫ് കൺസർവേഷനിസ്റ്റ്, നാച്ചുറലിസ്റ്റ്, ബേർഡ് വാച്ചർ, ഹെർപ്പറ്റോളജിസ്റ്റ്, റെപ്റ്റൈൽ ട്രെയിനി, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ, മോട്ടിവേഷണൽ സ്പീക്കർ ആൻഡ് ഓത്തറായിട്ട് ഇന്ന് ഞാൻ കുറേ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കയ്യിലുള്ളത് വലിയൊരു ലെൻസൊക്കെയാണ്. ഇതൊക്കെ തൂക്കി പിടിച്ചിട്ടാണ് ഈ കാടുകളിലൊക്കെ പോകാറുള്ളത്. അപ്പോൾ അവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ട് വേണം ഈ പക്ഷികളെയും അതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ പകർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെയായി എത്ര എഫോർട്ട് എടുക്കാറുണ്ട്? സോ എൻ്റെ റുട്ടീന് വൈൽഡിൽ പോകുമ്പോൾ ഞാൻ രാവിലെ 5 മണിക്ക് എണീക്കും. 6 മണിയാകുമ്പോഴേക്കും ഫീൽഡിൽ പോവും. 8-8:30 ആകുമ്പോൾ തിരിച്ചു വരും. പിന്നെ എനിക്ക് ക്ലാസ്സസ് ഉണ്ട്. ഞാൻ റെഗുലർ സ്കൂൾ പോകാറില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഓൺലൈൻ സ്കൂളിംഗ് ആണ്. അപ്പോൾ എനിക്ക് 9:30 മണിക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ക്ലാസ്സിന് മുമ്പ് വന്ന് ഫ്രഷായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഉച്ചയ്ക്ക് കുറച്ച് പഠിച്ചിട്ട് പിന്നെ വൈകുന്നേരം പിന്നെയും ഫീൽഡിൽ പോകും. ഒരു 5 മണിയാകുമ്പോഴേക്കും പോയിട്ട് 6:30 റിട്ടേൺ വരും. ബിക്കോസ് ഇരുട്ടാവുന്ന മുമ്പ് തിരിച്ചു വരണം. അത് കഴിഞ്ഞിട്ട് അതേ തന്നെ ദിവസം അതേ റുട്ടീൻ ഫോളോ ചെയ്യും. പിന്നെ വീക്കെൻഡായ ഏർലി മോർണിംഗ് പോയിട്ട് 6 മണീൻ്റെ മുമ്പ് തിരിച്ചു വരും. ഇതിനോടകം തന്നെ എത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്? ഏതൊക്കെയാണത്? കുറേ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ഇപ്പോൾ ഇന്ത്യൻ സ്റ്റാർ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇൻഫ്ലുവൻഷ്യൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്, ടോപ്പ് 100 വുമൻ ഓഫ് ഇന്ത്യ പറഞ്ഞ് കുറേ ഓർഗനൈസേഷൻസിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതില്ലാതെ നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കുറേ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്നും ഞാൻ കുറേ പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് സപ്പോർട്ടാണോ ഈ കാര്യത്തിനൊക്കെ? അച്ഛൻ നല്ല സപ്പോർട്ടാണ് ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ. പിന്നെ അമ്മയ്ക്ക് ഫീൽഡ് കുറച്ച് പേടിയാണ്, എന്നാലും ഫാമിലിയിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ടുണ്ട്. അപ്പോൾ ഈ കൊച്ചുമിടുക്കി ഈ പുതിയ പക്ഷികളെയും അതുപോലെ തന്നെ പാമ്പുകളെയൊക്കെ കുറിച്ചുള്ള പഠനവും അതുപോലെ തന്നെ ഇത് പഠനം മാത്രമല്ല, അത് അവരുടെ ക്യാമറയിൽ പകർത്തി അത് നല്ലൊരു ഫോട്ടോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ചിത്രമായിട്ട് അതിനെ ശേഖരിക്കുന്നൊക്കെ ഉണ്ട്. മാത്രമല്ല ഈ കുട്ടി പുതിയ പുതിയ പക്ഷികളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കാടുകളിൽ ഒരുപാട് നേരം, അതായത് മണിക്കൂറുകളെടുത്ത് കാടുകളിൽ സഞ്ചരിക്കാറുണ്ട്. വനം വകുപ്പിൻ്റെയും കേരള വനം വകുപ്പിൻ്റെയും ഉൾപ്പെടെയുള്ള ഒരു പിന്തുണയോടെയാണ് അനന്യ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.